ഈസ് ദെയർ എ നീഡ് ഫോർ മെൻസ് കമ്മീഷൻ? രാഹുൽ ഈശ്വറൊക്കെ കിടന്ന് കാറുന്നതിലൂടെ മെൻസ് കമ്മീഷൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ടെന്ന് നമുക്ക് പതുക്കെ പറഞ്ഞു തുടങ്ങാം. ഇപ്പോൾ ഏത് രാജ്യം എടുത്താലും മിക്ക രാജ്യങ്ങളിലും നമുക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും മൃഗങ്ങൾക്കും ഓരോ കമ്മീഷൻ കാണും. ഈ കമ്മീഷൻ എന്തിനാണെന്ന് ചോദിച്ചാൽ മിക്ക ആൾക്കാരും പറയുന്നത് അവരുടേതായ ഇഷ്യൂസിനെ ഫോക്കസ് ചെയ്യാനായിട്ടുള്ളൊരു ഓർഗനൈസേഷൻ. ഇനി മെൻസിന് അവരുടേതായിട്ടുള്ള ഇഷ്യൂസ് ഫോക്കസ് ചെയ്യാനും ഇതുപോലൊരു ഓർഗനൈസേഷൻ വേണ്ടേ? അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ചിന്ത എന്താണ് ഈ മെൻസ് ഇഷ്യൂസ്? അപ്പോൾ നമുക്ക് കുറച്ച് മെൻസ് ഇഷ്യൂസിനെ പറ്റി നോക്കാം. എന്താണ് ഈ പറയുന്ന ഇഷ്യൂസ് എന്ന് അറിയണമല്ലോ. അപ്പോൾ ഒന്ന്, ഫോൾസ് അക്യൂസേഷൻ അഥവാ വ്യാജ പരാതി. വ്യാജ പരാതിയുടെ നിരക്ക് ആണുങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതൽ, ആണുങ്ങൾക്കെതിരെ വളരെ കൂടുതലായിട്ടാണ് വരുന്നത്. 2, മെയിൽ സൂയിസൈഡ് റേറ്റ് അഥവാ ആണുങ്ങളുടെ ആത്മഹത്യാ നിരക്ക്, അതിനൊരു നല്ല ഉയർച്ച ഉണ്ട് അഥവാ റൈസ് കാണുന്നുണ്ട്. 3, ലാക്ക് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട്. പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്താലും ആണുങ്ങൾക്കുള്ള സപ്പോർട്ട് കുറവാണ്. ഇപ്പം നിയമം എടുത്താൽ തന്നെ ആണുങ്ങൾക്കുള്ള സപ്പോർട്ട് സ്ത്രീകളെ അപേക്ഷിച്ചോ കുട്ടികളെ അപേക്ഷിച്ചോ മൃഗങ്ങളെ അപേക്ഷിച്ചോ പോലും കുറവാണ്. അല്ലേ? ഇപ്പം പോലീസ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ എടുക്കുക. വഴിയെ പോകുന്ന ആമ്പിള്ളേരെ ചോദ്യം ചെയ്യാനും ലാത്തിയും കൊണ്ട് ചെറുതായിട്ട് തല്ലാനും ബൈക്കിൻ്റെ ചാവി എടുത്തുകൊണ്ട് പോകാനും പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് 4 തല്ല് തല്ലാനും ഇവിടുത്തെ പോലീസുകാർക്കോ അതുപോലുള്ള ഓർഗനൈസേഷൻസിനോ ഒരു മടിയില്ല. ഈ മടിയില്ലാത്തതിന് കാരണം നമുക്കൊരു നല്ല ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഇല്ലാത്തതുകൊണ്ടോ ഓർഗനൈസേഷണൽ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഒരു മെൻസ് കമ്മീഷൻ ആവശ്യം ഇന്ത്യയിലില്ലേ? തിങ്ക് അബൌട്ട് ഇറ്റ്.